be so happy and privileged to invite the on singer of the capital, ഈ നാടിന്റെ സ്വന്തം പുത്രൻ ഹരിശങ്കർ. Please walk in. ട്രിവാൻഡ്രം എല്ലാ ഈ നിശാഗന്ധിയിൽ എപ്പോൾ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാനിത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ശീലമായി. വളരെ സന്തോഷം എൻ്റെ സ്വന്തം തിരുവനന്തപുരത്ത് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പ്രദീപേട്ടനോടൊപ്പം അശ്വമേധം, അത് ഈ ഒരു ജനത്തിൻ്റെ ഫ്രണ്ടിൽ, അതൊരു എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെയധികം സന്തോഷം. ഇത്രയും ഗംഭീരമായൊരു പ്രോഗ്രാം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത്രയും ക്രൗഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതൊരു വളരെ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരം പാടുന്നതാണല്ലോ പ്രോഗ്രാം. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞപ്പം എനിക്കും സന്തോഷമുണ്ട് അതിൽ. ജൂറി ശ്രീ KS ഹരിശങ്കർ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടി യാഗം, വെറും യാഗമല്ല, നമ്മുടെ സംഗീതത്തിൻ്റെ എല്ലാം ആരാധ്യ വ്യക്തിത്വങ്ങളായ ഓമനക്കുട്ടി ടീച്ചറിൻ്റെയും ശ്രീ MG രാധാകൃഷ്ണൻ്റെയും MG ശ്രീകുമാറിൻ്റെയും മാത്രമല്ല വളരെ പ്രതിഭാധനനായ ശ്രീ ആലപ്പുഴ ശ്രീകുമാറിൻ്റെയും ഒക്കെ ഓർമ്മകൾക്ക് മുന്നിൽ ഹരിശങ്കറിനോടുള്ള ഈ ഉജ്ജ്വലമായ സംഗീത വൈജ്ഞാനിക വിരുന്നിൻ്റെ ആരംഭമായി ഇതൊരു സിംഫണിക്കൽ യാഗം. സംഗീതമാണോ പ്രധാന മേഖല ഹരി വിചാരിച്ച ആളിൻ്റെ? അല്ല. അല്ല. ഇന്ത്യൻ? അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. ആണ്. രാഷ്ട്രീയം, ഈ രാജാവ്, പടയാളി, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ്. രാഷ്ട്രീയമാണോ? അല്ല. അല്ല. സാഹിത്യം, ലിറ്ററേച്ചർ? അല്ല. അപ്പോൾ കലയാണ്. ജീവിച്ചിരിപ്പില്ല, സാധാരണഗതിയിലാണ് മരിച്ചത്. 2000-ന് ശേഷമാണോ മരണം? അതെ. ഒരു പെർഫോമിംഗ് ആർട്ടാണോ? പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണോ? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. പെർഫോമിംഗ് ആർട്ടല്ല എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആർട്ടാണ്. ചിത്രകാരൻ, ശില്പി, ഫോട്ടോഗ്രാഫ്, ആ രീതിയിലുള്ളതാണ്. ചിത്രകാരൻ, ശില്പി? അതെ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അല്ല. രണ്ടായിരത്തിന് ശേഷമാണ് മരിച്ചത്, അത് ഉറപ്പാണ്? ഉറപ്പാണ്. യൂറോപ്യൻ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? അല്ല. ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ? അതെ. ഇറ്റാലിയൻ? യെസ്. 16 ചോദ്യങ്ങൾ. രാജസൂയം? അദ്ദേഹത്തിൻ്റെ 2000-ന് ശേഷം മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രകലയോ ശില്പകലയോ ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി ശ്രദ്ധിക്കപ്പെട്ടത് സിനിമ ഇൻഡസ്ട്രിയിലോ അനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അനിമേഷൻ, നവമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള കാരിക്കേച്ചേഴ്സ്, ഇതൊക്കെ സൃഷ്ടിക്കുന്നതിലായിരുന്നോ? അല്ല. അല്ല.
അല്ല. അല്ല. അതായത് ഞാൻ ചോദിച്ചത് ഇപ്പോൾ നമ്മുടെ സ്റ്റാൻലി, സ്പൈഡർമാനെ വരച്ച സ്റ്റാൻലിയൊക്കെ അത്തരമൊരു സാധനമാണ്, അങ്ങനെയല്ല. അല്ല അല്ല. അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഏതെങ്കിലും മാസ്റ്റർ പീസ്, മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന ഒരു പർട്ടിക്കുലർ സംഗതി എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ഉണ്ട്. പ്രശസ്തമായ ഒന്ന്, വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തെ ശ്രദ്ധേയമാക്കിയ അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് ഈ ഇരിക്കുന്ന എല്ലാവരിലും മിക്കവർക്കും അറിയാവുന്നതാണോ? അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ചോദ്യം 20. ബേസിൽ ജോസഫ് മനസ്സിലോർത്തതുമായി നിങ്ങൾ വിചാരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എൻ്റെ അറിവ് പുസ്തകം വായിച്ചാലല്ല, കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങൾ വായിക്കും, ഇഷ്ടമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ ചെറിയ വിവാദങ്ങളും ചില പക്ഷപാതിത്വങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലോകത്തിലെ മറ്റേത് സമൂഹത്തിനും മുകളിൽ മലയാളിക്കുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്, ചില അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് കേരളത്തിലെ പത്രങ്ങളാണെന്നേ. കുട്ടിക്കാലം മുതൽ പത്രം വായിക്കാതെ ഒരു ദിവസവും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പത്രം വായിച്ച് നേടിയതിൻ്റെ പകുതിയിൽ പകുതി അറിവ് പോലും ഒരു പുസ്തകവും ഒരു ഗാഡ്ജറ്റും എനിക്ക് തന്നിട്ടില്ല. ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെല്ലാം അഭിവാദ്യം ചെയ്യട്ടെ. ഈ പേര് ഞാൻ ആദ്യം അറിയുന്നത് 1984 ഞാൻ അറിയുന്നത്, 86 അന്ന് പാതിരാത്രി ഉറക്കം വിളിച്ച് 1986 മെക്സിക്കോ നടക്കുന്ന ലോകകപ്പിൽ കോൾ ഹെയ്ൻസ് റുമനിഗയുടെ ക്യാപ്റ്റൻസിയിലുള്ള ജർമ്മൻ, ഇന്നത്തെ ജർമ്മനി അല്ല, FRG എന്നാണ്. അന്ന് ജർമ്മനിക്ക് 2 ടീമുണ്ട്, FRGയും GDRും. പടിഞ്ഞാറൻ ജർമ്മനിയാണ്, ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ഞാനന്ന് 7 ഒക്കെ ആകുന്നേ ഉള്ളൂ. ആ FRGയും അർജന്റീനയും തമ്മിലുള്ള ഗ്രാൻഡ് ഫിനാലെ, ഫൈനൽ കാണുകയാണ്. രാത്രിയാണ്, പാതിരാത്രിയാണ് കളി. ആ കളി മുഴുവൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV യിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കളിയുടെ ഹരം പേറി ഈ കളിയുടെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞതിൻ്റെ ആവേശത്തോടെ പിറ്റേ ദിവസം ഞാനെന്ന 10-12 വയസ്സ് പ്രായമുള്ള ബാലൻ അന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ സ്പോർട്സ് പേജ് അരിച്ചു പെറുക്കി മാരഡോണ നേടിയ മാരഡോണയുടെ ഉജ്ജ്വലമായ പ്രകടനത്തെയും റുമനിഗയുടെ കോർണർ കിക്കിലൂടെ നേടപ്പെട്ട ഗോളിനെയും എല്ലാം കുറിച്ച് കണ്ട കാഴ്ചയെ പിറ്റേ ദിവസം വായിച്ചപ്പോൾ അതിൻ്റെ താഴത്തെ ചതുരക്കളത്തിൽ ഒരു വലിയ പലകയിൽ കണ്ടൊരു ചിത്രമുണ്ട്. ഞാൻ വിചാരിച്ചു, ഇതെന്തിനാ ഇയാൾ ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നത്? ഇയാൾ ടീമിലൊന്നും ഇല്ലാത്ത ആളാണല്ലോ എന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യൂൾറിമേയിൽ നിന്നുള്ള ഉജ്ജ്വലമായ ലോകകപ്പിന്റെ പരിണാമത്തിൽ ഇന്ന് ഈ വിശ്വം മുഴുവൻ അഭിമാനത്തോടെ കൊതിക്കുന്ന ഫിഫയുടെ ലോകകപ്പ് ട്രോഫി ഡിസൈൻ ചെയ്ത സിൽവിയ ഗിസനാഗെ എന്ന ആ ശില്പി, ഇറ്റാലിയൻ ശില്പി ആണോ മനസ്സിൽ? എനിക്ക് സത്യം പറഞ്ഞ ചേട്ടൻ ആദ്യം പറഞ്ഞില്ല അസൂയാന്ന്. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ, പ്രദീപേട്ടനെ പോലെ. ചേട്ടാ, യു ആർ ജീനിയസ്, യു ആർ എ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.